എന്താ എന്റെ മോളെ 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 ഈ ക്ലോക്കിനൊരു പേര് പറയില്ലേ? ക്ലോക്ക് തന്നെ, വേറെന്തു പറയാൻ? ക്ലോക്കല്ലാന്ന്, ക്ലോക്കിന് വേറൊരു പേരുണ്ട്. ഒന്നാലോചിച്ച് നോക്കടി. എന്താ? എനിക്ക് അറിഞ്ഞൂടാ. ഘടികാരം. ഔ, എന്ത് പേരത്? ഈ ഘടികാരത്തിനെ നഖത്തിന്റെ കാരണം എഴുത. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നില്ലേ, അതുകൊണ്ട് പിന്നെ എനിക്ക് മലയാളം അത്ര അറിയില്ല. പിന്നെപ്പോ സുഗത ഇവിടെ വാടാ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്തേ അവിടെ ഇരിക്ക. നീ ഘടികാരത്തിന് വാക്ക് കിട്ടുന്നുണ്ടോ? പിന്നെന്താ? അത് എഴുതുമ്പോഴേ ഈ നഖത്തിന്റെ കാത എഴുതുക അതോ രാഘവന്റെ കാത എഴുതുക? പറ. മുഖത്തിന്റെ കാ. എന്ത് മുഖത്തിന്റെ കാ? എടാ മരം കൂടാ, അത് നഖത്തിന്റെ കാത അതിന് വരിക. ഒന്നാമത് അച്ഛനിക്ക് ഈ പ്രായത്തിൽ എന്തിനാ പഠിക്കാൻ പോണത്? ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടാൻ പോണ്ട. അതന്നെ. ജോലിക്ക് വേണ്ടി എല്ലാരും പഠിക്കണത്. എന്ന് ജോലിക്ക് പഠിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തീർന്നു ഈ നാടിന്റെ കഥ. എന്തിനാണ് അല്ലൊക്കെ പറഞ്ഞിട്ട് കാര്യം? വെറുതെ ഈ പ്രായത്തിൽ പോയിട്ട് പഠിക്കാനാന്നും പറഞ്ഞിട്ട് എന്ന് വൈകുന്നേരം അങ്ങനെ പോകും. എന്നിട്ട് അത് അവിടെ ഇവിടെ തട്ടി തടഞ്ഞു വീഴ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ലാട്ടോ നോക്കാൻ. നാണം കെടുത്താൻ വേണ്ടിയിട്ട്. എന്ത് നാണം കെടുത്ത്? ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ നടക്കാത്ത നാണക്കെട്. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ പോയാ. അപ്പൊ ഇവിടെ വല്ല സഹായത്തിന് ഇരുന്നൂടെ? എന്ത് സഹായത്തിനാണ് എന്നെ വേണ്ട അവർക്ക്? അത് നോക്കോ, അവള് പഠിച്ച് എഞ്ചിനീയറായിട്ട് കുടുംബത്തിന്റെ അഭിമാനം അവള്. അതിന് വല്ല സഹായം ചെയ്യാണ്ട പോവുക വയസ്സുകാലത്ത് പഠിക്കാൻ. എന്നെ പഠിക്കാൻ വേണ്ടി എന്താ ഉണ്ടായത്? 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റു. 10ാം ക്ലാസ് തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, വേണ്ടത്ര പുസ്തകം ഉണ്ടായിരുന്നു. ഇപ്പൊ ട്യൂഷന് വിട്ടിരുന്നെങ്കിൽ ഈ കലക്ടറാവും. മാരത്തലേ. എന്റെ മനപ്പാടങ്ങൾ ഉണ്ടാ? മനപ്പാടം അല്ല, മറ്റേ ബാലപാഠം. എനിക്കെന്തിനാ ബാലപാഠം? അത് നോക്കി പഠിക്കട്ടടാ. ഇല്ലെങ്കിൽ അവിടെ മാഷ് ചോദിക്കുമ്പോ കുട്ടികളുടെ നാണകൾ. കുട്ടികളുടെ ഇടയില? എന്നെ പോലെ വേറെയും കുറച്ച് ആൾക്കാരുടെ അവിടെ. പിന്നെ പുസ്തകം കാണിക്കും. ഞാൻ എടുത്തിട്ടില്ല. എന്നാ പിന്നെ ഇവിടെ എവിടെ ഉണ്ടാവും, ഞാൻ നോക്കി എടുത്തോളാം. പിന്നെ ഒരു 20 ഉറുപ്പിക കളിക്ക്. ഒരു നോട്ട് പുസ്തകം ഒരു കടലാസ് പെൻസിലും വേണം. 20 ഉറുപ്പിക? പിന്നെ വെറുതെ ഈ നായക്കൊക്കെ വേണ്ടി പൈസ ചെലവാക്കിയെന്നല്ലേ. എന്താ മോളെ നോക്കാം, ഒരു 20 ഉറുപ്പിക ഉണ്ടാവും. എന്റെ ഇവിടെ ഒന്നുമില്ല. എന്നാ ഇത് പറ, ഈ ഏത് കാലം വരിക? തോറ്റു വയസ്സാം കാലത്ത്. തന്തടന്റെ മോളും രണ്ടിനെ അപ്പുറം ഇപ്പുറം വെച്ച് പോത്ത് പോലെ പൂട്ടാ. എന്താ പേരെഴുതിയതാ? സത്യ സി ഈ സാ അല്ല, ഇങ്ങനെ സസീന്റെ സാ അല്ല വേണ്ട. തെറ്റിക്കേണ്ട അപ്പൊ സത്യശീലൻ എഴുതിയില്ലേ? ഉസാറായിക്കണേ. പോയാ ഞാൻ സത്യം ഒറ്റക്ക് പേരെഴുതി. ഇത് കണ്ടമാനുണ്ടല്ലോ ഇതാ. എന്റെ പേരൊക്കെ കുറച്ച് തന്നെ എഴുതാനുള്ളത് എഴുതാൻ കിട്ടണില്ലടോ. ഇപ്പൊ ഇത് എങ്ങനെ ഇപ്പൊ ഇത് ഈ കോയാന്ന് എഴുതല്? എഴുതാ പറഞ്ഞ കോ എന്നുള്ളത് കിട്ടണ്ടേ? ആ കാ കഴിഞ്ഞിട്ട് കിണുപ്പ് വേണോ? എടോ ചങ്ങായി, ആദ്യം കാ കഴിയണ്ടേ, എന്നാലല്ലേ ഇപ്പൊ ഈ കിണുപ്പ് ഇടുന്നത്. കാ എഴുതിയിട്ടില്ലാന്ന്. ഇവിടെ ആ ഫോൺ പോലത്തെ ഒരു സാധനം ഇല്ല ഇങ്ങനെ പുറത്തിടണത്. ഇങ്ങനെ വട്ടം ഇങ്ങനെ അത് എഴുതിയിട്ടുണ്ട് ഞാൻ. കാ എങ്കടാ എഴുതിണ്ടെന്ന് കിട്ടണില്ലാന്ന്. ഇങ്ങനെ ഒരു ഇടങ്ങ് പിടിച്ചൊരു അസര ആ ജാതി പേരെന്റെ വാപ്പക്ക് ഇട്ടേക്കണത്. ഈ എഴുതിയോ? വായിച്ചു നോക്ക്. എന്താ ഉദ്ദേശിച്ചത്? എന്റെ പേര് മൊയ്തൂന്ന്. മൊയ്തൂന്നോ? എന്താ എഴുതിയറിയോ? ചെവിടുതാ. മനസ്സിലായി എന്താ എഴുതിയേക്കണെന്ന്. എന്താണോ ചങ്ങായി ഈ ജാതി വൃത്തിയോടെ എഴുതി നോക്കണേ? ഇതൊന്നും നോക്കിയേ. സുമേഷ് എഴുതിയത് നോക്കി. അതിൻ്റെ
സുമോസോ സുമോസോ സുമോസ ഇരിക്കൂ സമൂസ ഇരിക്കൂ സുമോസോ അത് തിരക്കണില്ല. സുമോസോ സുമോസോ മന്മത അവരെ ഉറങ്ങാൻ വന്ന അവിടെ വേറെ- മന്മത വേറെ ഏതാ? പേര് എഴുതിയോ ഈ? പേര് എഴുതിയോ നിങ്ങളൊക്കെ എഴുതി ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടിരുന്ന് എഴുതിയേ ആ അത് കുട്ടികളെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ടാവും. എന്റെ കോയ എന്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ കാനഡയിലല്ലേ അവിടെ കൊണ്ട് എഴുതിച്ചോ. ഞാൻ ഇന്നലെ വീട്ടിൽ ഇരുന്ന് രാത്രി എഴുതിയല്ലേ. ഓൻ പെരയിൽ ഒറ്റക്കാൻ കോയ അതെ ഈ തമിഴിലെ പേര് എഴുതി അല്ല തിരിഞ്ഞു പോയത്. ആ മമ്മദൻ അമ്മതല്ല കാണിക്കട്ടെ മമ്മദൻ മന്മഥൻ മമ്മദൻ എന്താ മന്മതോ ആ നിന്റെ സ്വഭാവത്തിനും നിന്റെ രൂപത്തിനൊക്കെ പറ്റിയ പേരത് മന്ദൻ മന്ദൻ അത് നടക്കണില്ല. അല്ല കുട്ടികളും മക്കളൊക്കെ കാനഡയില പറഞ്ഞിട്ട് എന്താ കാര്യം? പേര് എഴുതാൻ കഴിഞ്ഞില്ലേ? ചേട്ടാ ആ ആ കുട്ടി വന്നില്ലല്ലോ. ഏത് കുട്ടി? മണ്ടോ മണ്ടോ ഓളും കൊണ്ട് എത്തിയില്ല. ഓൾ കാശിൽ വന്നാല് കാശ് മേടിച്ചോളേ. മണ്ടൂന് കൊടുക്കാൻ ഞാനൊരു സ്പ്രേ കൊണ്ടുവന്നിക്കണം. ദുബായിന്ന് ബസീറുണ്ടെന്നാ അത് നോക്ക് കൊടുക്കണം. അതിനോട് വരണ്ടേ? എടോ ചെങ്ങായി ഇപ്പൊ ഇത് മായ്ച്ച സ്ലേറ്റ് ഓട്ടായിക്കോല്ലോ. ഇത് മായ്ക്കലെന്നുള്ളോ എഴുതണില്ലേ? ഗാന്ന് കിട്ടുന്നില്ല. ഇജെന്തിനാ കാന്ന് എഴുതണേ? ഈ കാന്ന് കോയക്കല്ലേ വേണ്ടേ? രാഘവൻ എന്നില്ല ഗാ കിട്ടണ്ടേ? അതിലുണ്ടോ കാ? ആ ഒരു ഹലാക്കിലെ കാ നോക്കണ്ട സത്യ. ഈ കാ സകല പേരിലുണ്ടോ? ഇതച്ചിട്ടുണ്ടല്ലോ ഈ കുതിരക്കാര് തൊപ്പി വെച്ച മാറ്റൊരു സാധനമാണ് ഈ കാ. എഴുതാനും പറ്റില്ല അത്. പോയാ എന്താ ഞാനേ ആ ദീർഘല്ലേ ആ മറ്റേ ഫോൺ മാറ്റ ദീർഘം ആ അവിടെ ഞാൻ വിചാരിച്ചേ നീ എന്താ ഡെസ്കിനോട്ട് ഉളക്കുന്നത്? കൈ വഴങ്ങാണ്ടേ. ആ നോക്കണം വീണക്കല്ല എന്നിട്ട് വേണം ഞാൻ ആസ്പത്രി കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇത് വയസ്സുകാലത്ത് വേണ്ടാത്ത പണിയാണ് ഈ സ്കൂളിലേക്ക് വരല് പഠിക്കല്. എന്തിനു വേണ്ടാത്ത പണി നിങ്ങൾക്ക്? ഇടയ്ക്ക് എഴുതാനും വായിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? എഴുതാനും വായിക്കാൻ ആഗ്രഹം ഇപ്പൊ നീ ഇതിന്റെ ആവശ്യം ആ നിന്റെയൊക്കെ നല്ല പ്രായത്തില് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് നീ പഠിച്ചോ? ഇല്ല. അപ്പൊ എനിക്കിപ്പൊ പഠിക്കണം. അപ്പൊ നീ എന്നെ സ്കൂളിൽ കൊണ്ടാക്കണം. എന്റെ അമ്മ എനക്കാടെ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. പൈനയിച്ചിട്ടണം, പുണ്ണാക്ക് മേടിച്ചു കൊടുക്കണം, കാലത്തീറ്റ മേടിച്ചു കൊടുക്കണം, പുല്ലരിഞ്ഞോട്ട് കൊടുക്കണം. ഇത് നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ ബാലവാടി കൊണ്ടാക്കാൻ വേണ്ടിട്ട്. നീ പോ, നിനക്ക് സമയമില്ലല്ലോ, നീ പോ. അല്ല അങ്ങല്ല, ഞാൻ അവിടെ കൊണ്ടാക്കാം. മാഷോട് പറയാം. വേണ്ട. ഇത് ഒഴിവാക്കി തരാൻ പറഞ്ഞാലോ മാഷോട് ഈ പരീക്ഷ നീ ഒരു പരിപാടി. അക്ഷരം മിണ്ടരുത്. നീ വീട്ടിൽ പോ. വീട്ടിൽ പോ. എനിക്കറിയാ പോവാൻ. അല്ല അമ്മ വീണ് പോണ്ട, വീണ് പോയി ഞാനല്ലേ കാണേണ്ടത്. കണ്ട കാലം നടക്കാൻ അറിയാമെങ്കിൽ എനിക്കറിയാടാ. ഒരു കാര്യം, ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് വീട് ഇരുന്നാ മതി. എന്തേ ഞാൻ വരും, കൂട്ടാൻ ഞാൻ വരും. പിന്നെ എവിടെ പോയി വീണക്കല്ലേ? പോടാ. എന്തെന്നാ നമ്മത് വേണ്ടാത്ത പണി. വന്നോ? കൊടുക്ക് സ്പ്രേ എടുക്കോ. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ആ അതെ മണ്ടു, ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ മൊയ്തൊരു സാധനം തരട്ടാ. എന്താ ഓന്റെ ചെക്ക എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് എനിക്ക് തരാ പറഞ്ഞ്. ഇന്ന് എന്താ കൊണ്ടുവന്നേ? ഇവിടെ എന്താ പറഞ്ഞേ? ഇടിയപ്പം. ഉണ്ടാക്കുമ്പോ ആ ചക്കര എടുത്ത് തിന്ന. പിന്നെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് മാറ്റി വെച്ചത്. വളച്ചറമ്മേ. ജിലേബി കൊണ്ടുവന്നുണ്ടാ? ആണണ്ടർക്ക് 6-7 കുട്ടികൾ ഗൾഫിലാ. ഒരു ജിലേബി ഇണക്കപ്പോഴും നാട്ടുകാരോട് ഇറക്കണം. ഏടോ ചെങ്ങായി, മധുരമുള്ള ഒരു കഷ്ണം സാധനക്ക് തരൂല്ല എന്റെ കുടുംബത്തിൽ നിന്ന്. അറിയാം എനിക്ക്.
മധുരം ഇട്ട ഒരു ചായ കുടിച്ചിട്ട് കാലെത്ര അയച്ചിട്ടാ ഈ മണ്ടോദരി ഈ ഷുഗറും കൊളസ്ട്രോളും ഉള്ളതുകൊണ്ടേ എനിക്ക് ജിലേബി ഉണ്ണിയപ്പവും തിന്നാൻ പറ്റൂല. നാളെ വരുമ്പോ ഇച്ചിരി അപ്പം പോത്തിറച്ചിയും കൊണ്ട്. എന്ത് ഓളെന്താ ഹോട്ടൽ അത് തിരക്കണില്ല. സത്യേട്ടാ എന്റെ പേരൊന്നും എഴുതണം. എന്തോ പേരെഴുതിയില്ല. പോയാ പേരെ എഴുതി കൊടുക്കും. ഇന്റെ പേരെ ഞാൻ എഴുതി ചേർത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ എഴുതി കൊടുക്കണേ? കൊഴപ്പല്ല, അത് കഴിഞ്ഞിട്ടാ. മാ കഴിഞ്ഞിട്ട് നാ എന്നിട്ട് മീതെ ഒരു ചെറിയ ഒരു ചേത്തരൊക്കെ ഒരു ഇത് കൊടുക്കുക. എന്നിട്ട് സാ എഴുതില്ലേ? സാറിയോ സാധനം തിരിച്ചിട്ടാ പോരെ. പേരെന്നെ എഴുതാൻ പറ്റില്ല. ഇനി പിന്നെ അത് തിരിച്ചിരുന്ന ഗുഡ് മോർണിംഗ്. സത്യേട്ടാ ഇരുന്നോ എഴുന്നേക്കണ്ട. എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ മോനെ മാസ് മോനെ, എത്ര നേരമായി എന്നെ കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കണ ഈ വയസ്സന്മാര്. നേരം മുഴക്കുമ്പോ വന്ന് കുത്തിരിക്കണതാ. അത് ശരി. ഞമ്മക്ക് പഠിക്കാൻ മുട്ടിയിട്ട് നിൽക്കുക. അതുകൊള്ള ഈ പ്രായത്തിലും നിങ്ങൾ അക്ഷരം പഠിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സിനെ നമ്മൾ ബഹുമാനിക്കുകയാണ്. എന്തേ ഉറങ്ങണ? എന്തു പറ്റി? അതെ, കണ്ണിലൊരു തുള്ളി മരുന്ന് ഒഴിക്കുന്നുണ്ട് മാഷേ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കക്ഷീണ. മന്മഥനപ്പൊ എപ്പോഴും തുള്ളി മരുന്ന് ഒഴിച്ചിട്ടാണ് ക്ലാസ്സിൽ വരാറ്. മന്മേട്ട കണ്ണു തുറന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. വർഷമായിട്ട് ഒഴിക്കണ മരുന്നാണ്. ഉറങ്ങല്ലേ? നമുക്കേ അത്യാവശ്യമായിട്ട് കുറെ പാഠഭാഗങ്ങളും കൂടി തീർക്കാനുണ്ട്. അപ്പൊ ആദ്യം അവരവര് എഴുതിയ പേരുകളൊന്നും തന്നെ കാണിക്കണം. ചെയ്തില്ലോ ഇത് കൊടുത്തു ഒഴിവാക്കിക്കോ. സത്യേട്ടാ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? സത്യശീലൻ നന്നായിട്ടുണ്ടല്ലോ. തന്നെ എഴുതിയതാണോ? ഈ വരേന്ന് ഒന്നിറങ്ങി പോയിട്ടുണ്ട്. അത് എഴുതുമ്പോ കയ്യു ഇറക്കണം. നന്നായിട്ടുണ്ട് സത്യേട്ടാ. എന്നതാ എന്താ പേര്? മൊയ്തു. എന്നിട്ട് എന്താ എഴുതിയാണ്? നേരത്തെ തന്നെ എഴുതി. അല്ല, ഇത് മെയ്തു എന്നാണ്. മെയ്തു. സത്യേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തേ. നോട്ടെ സുമേഷ് ചേട്ടാ. സമേസേ എന്താ എഴുതിയാണ്? നേരത്തെ സമൂസ തന്നെ എഴുതിയില്ലേ? ഇത് ശരിയായിട്ടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടാ. എവിടെ കോയക്കാട്? എവിടെ? എന്താ കോയക്ക് ഇത്? ബദർ യുദ്ധക്കളോ? എന്തിനാ ഇതിങ്ങനെ കുത്തിക്കീറുന്നത്? കൈ വഴങ്ങാണ്ട്. അതിനല്ലേ സ്ലേറ്റും ചോക്കും തന്നക്ക്. ആദ്യം സ്ലേറ്റിൽ എഴുതി പഠിച്ചിട്ട് ബുക്കിൽ എഴുതിയാ മതി കേട്ടാ. സത്യശീല ബുക്കിൽ എഴുതിയപ്പോഴേ സത്യേട്ടൻ അത് പഠിച്ചിട്ട് കൃത്യമായിട്ട് എഴുതിയില്ലേ? ഇതുപോലെ കോഴി ചിക്കിയ പോലെയല്ലേ ഇട്ടത്? ഞാൻ കാണിച്ചു തരാം. ചോക്ക് പിടിച്ചേ. മോളോട്ടെടുത്തിട്ട് വിരലോടിക്കല്ലേ, വില പിടിക്കല്ലേ. മോളോട്ടെടുത്തിട്ട് ഇത് കണ്ട അതപ്പൊ ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായത് എന്റെ വിരലിലാണ് ചോക്കിരിക്കുന്നത്. എഴുത്. ഇത് നോക്കി എഴുത കേട്ടാ. ആദ്യം കാ പഠിക്ക്, എന്നിട്ട് നമുക്ക് കോയാന്ന് എഴുതാം. എന്താ രാഘവേട്ട ഈ ഭാഷ? രാഘവനാ? നമ്മള് മലയാളമാണ് പഠിക്കണത്. ആദ്യം മലയാളം എഴുത്. ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടാ. കണ്ടാ? രാഘവൻ. കണ്ട? ഇതിൽ ഏതാ കിട്ടാത്തത്? ഇത് മുഴുവനുമാണ് രാഘവൻ എന്നുള്ളത്. അപ്പൊ ഒന്നും കിട്ടണില്ല. മര്യാദക്ക് പഠിക്കത്. രാഘവന് നല്ല ശ്രദ്ധ ഉണ്ടായതാണല്ലോ. എന്ത് പറ്റിയത്? അനക്ക് തെറ്റിയില്ലേ? മണ്ടുവമ്മയുടെ എവിടെ? അത് കൊടുക്ക്. അപ്പൊ ഇന്നും എഴുതിയിട്ടില്ല. എന്താ എഴുതാഞ്ഞ്? അത് ശരിയായില്ല. ഇരുന്ന് ഞാൻ ശരിയാക്കി തരാം. സമയം കിട്ടിയില്ല അല്ലേ? ഉണ്ണിയപ്പുണ്ട്. അത് നാളെ എഴുതാണ്ട് വരുമ്പോ കൊടുക്കാം. എവിടെ? എന്താ മന്മേട്ടത്? മന്മഥൻ. ഇതാ മന്മേട്ട. ഇതിന്റെ ഇടയിൽ 3-4 അക്ഷരങ്ങൾ കാണണം. അതൊക്കെ എവിടെ പോയി? മാഷെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളതുകൊണ്ടാ ഈ പ്രായത്തിൽ ഇവിടെ വന്നിരിക്കണേ. മാഷ് പറയണ എല്ലാം പഠിക്കണമുണ്ട്, പക്ഷെ പിന്നെ അതങ്ങോട്ട് മറന്നു പോവാണേ. നമ്മൾ അന്നാന്ന് പഠിക്കണത് ശ്രദ്ധാപൂർവ്വം ഓർമ്മയിൽ വെക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സും താല്പര്യം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ പോലെയുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അക്ഷരം അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരള സാക്ഷരതാ മിഷൻ ഇതുപോലെയുള്ള അക്ഷരലക്ഷം പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത്. ഇതിൽ എഴുത്തും വായനയുമുണ്ട്, ഗണിതശാസ്ത്രമുണ്ട്. നിങ്ങളെ അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ടാണ് ഇങ്ങനെ ഒരു ബൃഹത് പദ്ധതി.
ഇത് നമുക്ക് 2 മാസത്തിന് ശേഷം ഒരു എഴുത്തു പരീക്ഷയുണ്ട്. അത് ഞാനല്ല മാർക്കിടണ, സർക്കാരാണ് മാർക്കിടണ. അപ്പൊ നല്ല മിടുക്കന്മാരായി ആ പരീക്ഷ എഴുതി പാസ്സാകുന്നവർക്ക് 4ാം തരം തുല്യതാ പഠനത്തിന് യോഗ്യത ലഭിക്കും. അതിൽ വിജയിക്കുന്നവർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റും നൽകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്റ്റാൻഡ് അപ്പ്. പതുക്കെ മതി, പതുക്കെ മതി. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ. ഒന്ന് ഉഷാറായില്ലേ? ഒരേടങ്ങൾ ഞാൻ ആലോചിക്കണേ. അല്ല, എന്റെ പേരക്കുട്ടികളൊക്കെ ഞാൻ എത്ര ചീത്ത പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടാ പഠിക്കാത്തതിനെ. ഈ ജാതിയ പരീക്ഷ വെച്ചെങ്കിൽ ആരെ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ കൈകാലം മറിച്ചിട്ട് വയ്യ. ഒരു വെട്ടുപോത്തിന്റെ നേരം ഇങ്ങോട്ട് വാങ്ങി വന്നാല് വെല്ലും അങ്ങോട്ട് നിർത്തണ ആളാണ് ഞാൻ. ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല വെച്ചെങ്കിൽ എന്തായിരിക്കും അതിന്റെ കടുപ്പം. കുട്ടികളൊക്കെ പുസ്തകം അവരൊക്കെ പഠിക്കും. പിന്നെ എന്താ പഠിക്കുക? പരീക്ഷ എഴുതണ്ടേ? തുടങ്ങണ്ട. നിങ്ങള് ഇവിടെ ആയിട്ടില്ലേ? ഇവിടെ ഇരുന്നാളെ നിങ്ങളൊക്കെ നോക്കി പഠിച്ചാളെ വേണമെങ്കിൽ. എന്ത് പഠിക്കാൻ അവരൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചു വരുമല്ലേ. പിന്നെന്താ, ഇതൊക്കെ പഠിക്കണ കുട്ടികളാണ്. എന്തെങ്കിലും പഠിച്ചടോ. ഇച്ചങ്ങായി എന്തിനു വരുന്നതാ? നിക്കൊരു പൊടുത്തല്ലേ, ഏത് നേരം ഉറക്ക. അതെ, കണ്ണിലെ തുള്ളി വരുന്ന ഒഴിക്കില്ലേ? അതൊക്കെ എപ്പോഴും പറയണതാ. കേട്ടാ, സാറ് ഒരു പഠിത്തല്ലേ? സാറായിട്ട് പഠിച്ചില്ലേ? തലമുടി, നെറ്റി, കണ്ണ്. എന്തേ എന്താ പോയേക്ക? സത്യേട്ടാ, എന്നെ വലിച്ചു വെച്ച് ഇത്തിരി നീങ്ങിയിരുന്നു അങ്ങോട്ട്. അന്റെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, കഥ കഴിഞ്ഞു. ഇന്ന് ഇനി കുറച്ചു നേരം ഇത് എഴുതിക്കണോ? ഒന്നും എഴുതിയിട്ടില്ല. ഇതാ കഴിഞ്ഞ സത്യേട്ടാ. മാഷ് പഠിപ്പിച്ചത് മുഴുവൻ ചോദ്യമായിട്ട് വന്നിട്ടില്ല. നമ്മള് പഠിച്ചത് മുഴുവൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. ഇവിടെ ചെങ്ങായി ഇവിടെ വന്നത് തന്നെ എഴുതാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്ത് വർത്താനായി പറഞ്ഞത്? വേറെ അങ്ങോട്ട് തരൂപ്പോ. അത് എഴുതണത് മനസ്സിലാവണ്ടേ? എന്താ മനസ്സിലാവത്? ഇത് ഞാൻ എന്നോട് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ കണ്ടൊക്കെ എഴുതിയല്ലോ, ഇതില് കാട്ടിയിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും നമ്മളെ പഠിപ്പിച്ച തന്നെ ഇതൊക്കെ ഒന്നും അറിയില്ലേ? ഇക്കിത് എന്താന്ന് മനസ്സിലായിട്ടില്ല എന്റെ സത്യസീന. അണക്കന്റെ പേരെഴുതറിയില്ലേ? അത് ഞാൻ മുമ്പേ എഴുതിയേക്കണു. മോളിലോ? കോയാന്ന് ഞാൻ കോയാന്ന് എഴുതിയാൽ നിറച്ചു. കോയാന്ന് എഴുതി. ഒന്നും അറിയില്ലെങ്കിൽ അറിയണത് ഇന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടല്ല. എന്താ അവിടെ ഒരു വർത്താനം? അല്ല, എഴുത സമയം ഇപ്പൊ കഴിയും. സുമേഷ് ചേട്ടാ, എന്താ വല്ല മനസ്സിലാകാത്തണ്ടോ? ഇതിലുള്ളത് അങ്ങനെ എഴുതുന്നുണ്ട്. മന്മേട്ടാ, എന്താ മന്മേട്ടത് ഉറങ്ങണ? ഉത്തരം ആലോചിച്ചപ്പം കണ്ണടഞ്ഞു പോയി. സമയം ഇപ്പൊ കഴിയും. അറിയാവുന്ന പേര് എഴുതി. കുറച്ചുകൂടി എഴുതി.